ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സെനുധീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ചയ്ക്കെടുത്ത് പാർലമെന്റ്. നീറ്റ് പരീക്ഷ, അഗ്നിവീർ പദ്ധതി തുടങ്ങിയ വിഷയങ്ങൾ സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഇരകൾക്ക് അതിവേഗം നീതി ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ. രാജ്യത്തെ ആധുനിക നീതിന്യായ വ്യവസ്ഥയിലേക്ക് നയിക്കാൻ പുതിയ നിയമങ്ങൾ വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പോലീസ് വകുപ്പിലെ അമിത ജോലിഭാരം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. 8 മണിക്കൂർ ജോലി എന്നത് പോലീസിൽ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റൽ നടപടികളിൽ ഏജന്റുമാരുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന് മന്ത്രി കെ രാജൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് ജയം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ചയ്ക്കെടുത്തു. ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും സാമ്പത്തിക പുരോഗതിക്കുമായി കഴിഞ്ഞ 10 വർഷത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ ബിജെപി എംപി അനുരാഗ് സിംഗ് ഠാക്കൂർ ലോക്സഭയിൽ അഭിനന്ദിച്ചു. എന്നാൽ നീറ്റ് വിഷയം, അഗ്നിവീർ പദ്ധതി, മണിപ്പൂർ സംഘർഷം, കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുകയും സഭാ നടപടികൾ തടസ്സപ്പെടുകയും ചെയ്തു. രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സഭാധ്യക്ഷൻ ജഗദീപ് ധൻകർ അനുമതി നിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവച്ചെങ്കിലും പിന്നീട് സഭ പുനരാരംഭിക്കുകയും നന്ദി പ്രമേയ ചർച്ച തുടരുകയും ചെയ്തു. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഇരകൾക്ക് അതിവേഗം നീതി ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് രാജ്യത്ത് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് നിലവിൽ വന്നത്. കുറ്റകൃത്യങ്ങൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യൽ, ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും എഫ്ഐആർ സമർപ്പിക്കൽ, ഇരകൾക്ക് എഫ്ഐആറിന്റെ പകർപ്പ് സൌജന്യമായി ലഭ്യമാക്കൽ എന്നിവ പുതിയ ക്രിമിനൽ നിയമങ്ങളിലെ പ്രധാന വ്യവസ്ഥകളാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് പ്രത്യേക പരിഗണന നൽകുന്നതാണ് പുതിയ നിയമം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ ജീവപര്യന്തമോ വധശിക്ഷയോ നൽകാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇന്ന് പ്രാബല്യത്തിൽ വന്ന 3 ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്തെ ആധുനിക നീതിന്യായ വ്യവസ്ഥയിലേക്ക് നയിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. हमने इसमें हमारे संविधान के स्पिरिट के तहत दफाओं की और चैप्टर्स की प्रायोरिटी तय की है. सबसे पहली प्रायोरिटी महिलाओं और बच्चों के अपराध को दी गई है और मैं मानता हूं कि ये करने की बहुत समय से पहले जरूरत थी. एक पूरा अध्याय इसमें जोड़ा गया है जिसमें 35 धाराएं हैं और 13 प्रावधान हैं, जिसमें गैंग रेप के लिए अब 20 साल की सजा या तो आजीवन कारावास, नाबालिग के साथ बलात्कार में मौत की सजा, झूठा वादा पहचान छिपाकर शोषण करने वालों के लिए भी अलग से अपराध बनाया गया है. पहले सुप्रीम कोर्ट के जजमेंट से चलता था. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായും രാജ്യദ്രോഹ നിയമം സർക്കാർ റദ്ദാക്കിയതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ എഫ്ഐആർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചതിന് ഇന്ന് പുലർച്ചെ കൊണ്ടോട്ടി പോലീസ് സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത 2023 വകുപ്പ് 281, മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 വകുപ്പ് 194D എന്നിവ ചുമത്തിയിട്ടുണ്ട്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വകുപ്പ് 173 പ്രകാരമാണ് എഫ്ഐആർ തയ്യാറാക്കിയത്. പോലീസ് വകുപ്പിലെ അമിത ജോലിഭാരവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഔദ്യോഗിക ജീവിതത്തിലെ സമ്മർദ്ദം നിമിത്തം പോലീസ് ഉദ്യോഗസ്ഥർ ജീവനൊടുക്കുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പോലീസുകാരുടെ അമിത ജോലിഭാരവും മാനസിക പ്രയാസങ്ങളും ക്രമസമാധാന പാലനത്തെ സാരമായി ബാധിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ പോലീസുകാരുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായും 8 മണിക്കൂർ ജോലി എന്നത് പോലീസിൽ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി.
മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് തടയുന്നതിനായി ആഭരണങ്ങളുടെ നിർമ്മാണം മുതൽ ഉപഭോക്താവിന്റെ കൈകളിലെത്തുന്നതുവരെയുള്ള പ്രക്രിയയ്ക്ക് ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. ഈ രംഗത്തെ നികുതി വെട്ടിപ്പ് തടയാൻ ഇ വേ ബിൽ സമ്പ്രദായം നടപ്പിലാക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാന ജിഎസ്ടി, ഇന്റലിജൻസ്, എൻഫോഴ്സ്മെന്റ് വിഭാഗം എന്നിവരുടെ പരിശോധനകളിലൂടെയും നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവുകൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീരദേശ പരിപാലന പ്ലാനിൽ സമഗ്രമായ മാറ്റം ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗം രമേശ് ചെന്നിത്തല അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഡയാലിസിസ് സൌകര്യങ്ങളില്ലാത്ത വിദൂര ദുർഘട പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. നിയമസഭയിൽ വി കെ പ്രശാന്ത് എംഎൽഎയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. താരതമ്യേന ചിലവേറിയ ഹീമോ ഡയാലിസിസിന് പകരമായി ചിലവ് കുറഞ്ഞതും രോഗികൾക്ക് സ്വന്തമായി വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്നതുമായ പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി എല്ലാ ജില്ലകളിലും ലഭ്യമാക്കിയതായും മന്ത്രി പറഞ്ഞു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഡയാലിസിസ് സൌജന്യമായി ചെയ്തു നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് 4 വർഷ ബിരുദ കോഴ്സിന് തുടക്കമായി. 4 വർഷ ബിരുദത്തിന്റെ സമാരംഭവും സംസ്ഥാനതല വിജ്ഞാനോത്സവവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മയുള്ള പഠന രീതികൾ അവലംബിച്ച് ഗവേഷണത്തിനും തൊഴിലവസരങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതാണ് 4 വർഷ ബിരുദ കോഴ്സെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വൈജ്ഞാനിക മേഖലയിലും തൊഴിൽ മേഖലയിലും വലിയ മാറ്റത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. കേരള, കാലിക്കറ്റ്, എംജി, കണ്ണൂർ സർവകലാശാലകൾക്ക് കീഴിലെ 864 കോളേജുകളിലും വിവിധ പഠന കേന്ദ്രങ്ങളിലുമായാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നത്. 3 വർഷത്തിൽ ബിരുദം, 4-ാം വർഷത്തിൽ ഓണേഴ്സ് ബിരുദം, ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം എന്നിങ്ങനെയാണ് കോഴ്സ് ഘടന. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റൽ നടപടികളിൽ ഏജന്റുമാരുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും ഏജന്റുമാരെ നിയന്ത്രിക്കുന്നതിന് റവന്യൂ വിജിലൻസ് വിഭാഗത്തിന്റെ പരിശോധന ഊർജിതമാക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കുന്നതിനായി താലൂക്ക് അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടർമാരെ കൂടി ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വികേന്ദ്രീകരണ സംവിധാനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ നടപടികളിൽ ഇനി മുതൽ 6 മാസത്തിനുള്ളിൽ കൃത്യമായ തീരുമാനമെടുക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി ജി ആർ അനിൽ ചടങ്ങിൽ അധ്യക്ഷനായി. മലപ്പുറം വള്ളിക്കുന്നിൽ മഞ്ഞപ്പിത്തം പടരുന്നതായി റിപ്പോർട്ട്. അത്താണിക്കലിൽ മാത്രം 284 പേർക്കാണ് രോഗബാധ. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. വള്ളിക്കുന്ന് മേഖലയിലെ അത്താണിക്കൽ, പെരുവള്ളൂർ പ്രദേശങ്ങളിൽ നിന്നാണ് മഞ്ഞപ്പിത്ത ഭീഷണി പടരുന്നത്. 284 പേർക്കാണ് അത്താണിക്കലിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരപ്പനങ്ങാടിയിലും പരിസരങ്ങളിലും മഞ്ഞപ്പിത്തം ആശങ്ക പടർത്തി തുടങ്ങിയിട്ടുണ്ട്. മൂന്നിയൂർ, ചേലമ്പ്ര, പള്ളിക്കൽ, നെടുവ, തിരൂരങ്ങാടി എന്നിവിടങ്ങളിലും രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നിലവിൽ ആരുടെയും ആരോഗ്യനില അപകടാവസ്ഥയിൽ അല്ലെന്നും കൃത്യമായ മുൻകരുതലും ജാഗ്രതയും സ്വീകരിക്കുന്നുണ്ടെന്നും ഡിഎംഒ ഡോക്ടർ രേണുക പറഞ്ഞു. 450ഓളം പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം വള്ളിക്കുന്ന് മണ്ഡലത്തിലുണ്ട്. ഇതേ തുടർന്ന് ഇവിടുത്തെ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലായിടങ്ങളിലും കനത്ത ജാഗ്രതയ്ക്കാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് ജയം. ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 37 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 9.2 ഓവറിൽ മറികടന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയ 603 റൺസിനെതിരെ ഫോളോ ഓൺ ചെയ്ത ദക്ഷിണാഫ്രിക്ക 1-ാം ഇന്നിംഗ്സിൽ 266 റൺസിനും 2-ാം ഇന്നിംഗ്സിൽ 373 റൺസിനും പുറത്താവുകയായിരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനം നിരോധിച്ചു. മഴയെ തുടർന്ന് കോഴിക്കോട് തെക്കോടി വില്ലേജിൽ വീട് ഭാഗികമായി തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 2 പേരെ അടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തിക്കോടി വില്ലേജ് പുറക്കാട് വീടിന് സമീപത്ത് കിണർ ഇടിഞ്ഞു താണു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ചയ്ക്കെടുത്ത് പാർലമെന്റ്. നീറ്റ് പരീക്ഷ, അഗ്നിവീർ പദ്ധതി തുടങ്ങിയ വിഷയങ്ങൾ സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ഇരകൾക്ക് അതിവേഗം നീതി ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ. രാജ്യത്തെ ആധുനിക നീതിന്യായ വ്യവസ്ഥയിലേക്ക് നയിക്കാൻ പുതിയ നിയമങ്ങൾ വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.
പോലീസ് വകുപ്പിലെ അമിത ജോലിഭാരം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം 8 മണിക്കൂർ ജോലി എന്നത് പോലീസിൽ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റ നടപടികളിൽ ഏജന്റുമാരുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന് മന്ത്രി കെ രാജൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് ജയം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.